ധർമ്മസ്ഥല വെളിപ്പെടുത്തലിൽ പ്രദേശത്ത് മണ്ണുമാന്തിയുള്ള പരിശോധന തുടങ്ങി. സ്പോട്ട് 1-ൽ നേത്രാവതി സ്നാനഘട്ടത്തിന് സമീപമാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. മുഹമ്മദ് റഹീസ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് ധർമ്മസ്ഥലയിൽ നിന്ന് വിവരങ്ങളുമായി. റഹീസ്, ഓരോ സ്ഥലങ്ങളെ അടയാളപ്പെടുത്തി മാർക്ക് ചെയ്തിട്ടുള്ള ഏരിയകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണല്ലോ നടക്കുന്നത്. അപ്പോൾ ആദ്യമായി മാർക്ക് ചെയ്ത പ്രദേശത്ത് മണ്ണ് മാന്തിയെടുത്ത് അവിടെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന പരിശോധനയാണോ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ധർമ്മസ്ഥലയിൽ നടത്തുന്നത്? ഫോറൻസിക് സംഘം ഈ പരിശോധനയിൽ അവരെ സഹായിക്കാൻ എത്തിയിട്ടുണ്ടല്ലോ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഫോറൻസിക് സംഘമുണ്ട്, വനം വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, ഒപ്പം തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ മാത്രമല്ല, ഇന്ന് കുഴിയെടുക്കാനുള്ള തൊഴിലാളികൾ ഉൾപ്പെടെയായിട്ടാണ് ഈ സ്പോട്ട് നമ്പർ 1-ലേക്ക് ഇപ്പോൾ ഈ സംഘം കടന്നിരിക്കുന്നത്. SIT സംഘം കടന്നിരിക്കുന്നത്. സ്പോട്ട് 1 ഇതാണ്. ശുചീകരണ തൊഴിലാളി താമസിച്ചിരുന്ന സ്നാനഘട്ടം. അദ്ദേഹം തൻ്റെ ജോലി ചെയ്തിരുന്ന കാലത്ത് 98 മുതൽ 2014 വരെയുള്ള ദീർഘനാൾ താമസിച്ചിരുന്ന സ്നാനഘട്ടം. ആ സ്നാനഘട്ടത്തിനടുത്തുള്ള ഫസ്റ്റ് സ്പോട്ട്. ഇന്നലെ ഏറ്റവും കൂടുതൽ പരിശോധന നടന്ന, ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടെന്ന് മാർക്ക് ചെയ്യപ്പെട്ട സ്പോട്ട് 1-ലാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ ഇന്നലെ രാത്രിയോട് തന്നെ ഈ കുഴിക്കാനുള്ള തൊഴിലാളികളെയൊക്കെ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് റവന്യൂ വകുപ്പിലെ AC തന്നെ എത്തുകയും, അത് പുത്തൂർ റവന്യൂ AC ആണ് എത്തിയിട്ടുള്ളത്. അവർ അവിടെ എത്തുകയും ഈ സംഘത്തിന് നേതൃത്വം നൽകുകയും അകത്തേക്ക് ഇവർ ഈ ശുചീകരണ തൊഴിലാളി ഉൾപ്പെടെയുള്ളവർ കടന്നുപോയിട്ടുമുണ്ട്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന അടിസ്ഥാനത്തിലാണെങ്കിൽ നേത്രാവതി വഴി നീണ്ടുകിടക്കുന്ന ആ ഒരു ഏരിയയിൽ മൊത്തത്തിലായി ഒരു 12 സ്പോട്ടുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 12 സ്പോട്ടുകൾ അവിടെ കുഴിച്ച് പരിശോധന നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആദ്യമായി ഒരു കുഴിയെടുത്ത് പരിശോധനയിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് SIT സംഘം. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി വരിക. ഇത്രയും നാൾ, അതായത് ഒരു 10-24 ദിവസമായി ശുചീകരണ തൊഴിലാളി, അദ്ദേഹത്തിൻ്റെ മൊഴി, അദ്ദേഹം കുഴിച്ചിട്ടു എന്ന് പറയുന്ന അസ്ഥികൂടങ്ങൾ, അതൊക്കെയും കണ്ടെടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടണം. അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ കാമ്പുണ്ടോ എന്ന് ഈ സ്പോട്ടിൽ നിന്ന് മനസ്സിലാകും. ആദ്യം കുഴിയെടുക്കുന്നത് ഈ സ്നാനഘട്ടത്തിനോട് ചേർന്നുള്ള സ്ഥലത്തായിരുന്നു ഫസ്റ്റ് മാർക്ക്. ആ മാർക്കിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഉണ്ട്, തൊഴിലാളികളുണ്ട്. അവരെല്ലാം കുഴിയെടുത്തുകൊണ്ട് ആ കുഴി തോണ്ടി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ 6 അടി മണ്ണിലൊന്നുമല്ല ആരെയും അടക്കം ചെയ്തിരിക്കുന്നത്, മറവ് ചെയ്തിരിക്കുന്നത്. അത് 2-3 അടിയൊക്കെ കുഴിച്ചു കഴിയുമ്പോൾ തന്നെ അസ്ഥികൂടം ലഭിക്കും എന്നുള്ളൊരു വിവരമാണ് അദ്ദേഹം കോടതിയിൽ പറഞ്ഞത്. അത് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. ഇന്നലെ ഇവിടെ തെളിവെടുക്കാൻ എത്തിപ്പിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ്, നിങ്ങളൊന്ന് കുഴിച്ചു നോക്കൂ എന്നുള്ളത്. ഒടുവിൽ SIT സംഘം അദ്ദേഹത്തിന്റെ വാദം മുഖവിലക്കെടുത്തിരിക്കുന്നു. അവർ പരിശോധനയ്ക്ക് തയ്യാറായിരിക്കുന്നു. ഇവിടെ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് മുമ്പാണ് അന്വേഷണ സംഘം ഇങ്ങോട്ട് എത്തിയത്. അതിനു മുൻപ് അതിന് വേണ്ട സാധന സാമഗ്രികളൊക്കെയും തൊഴിലാളികൾ ഇവിടെ 2 വണ്ടികളിലായി എത്തിച്ചു. ശേഷം ഉദ്യോഗസ്ഥർ വന്നു, ശുചീകരണ തൊഴിലാളിയെ കൊണ്ടുവന്നു. പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും എത്തിയിട്ടുണ്ട്. MN അനുച്ഛേദ് എത്തിയിട്ടുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളൊക്കെയും എത്തിക്കൊണ്ടുള്ള ഒരു കൃത്യമായ പരിശോധന നടത്തുന്നു. ഇവിടെ നിന്ന് എന്ത് കിട്ടും എന്നുള്ളതാണ് ഈ സ്പോട്ടിലെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ശരി, മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകുന്നത്. 100 കണക്കിന് പെൺകുട്ടികൾ ഉൾപ്പെടെ 100 കണക്കിന് സ്ത്രീകൾ ബലാത്സംഗ കൊലയ്ക്ക് ഇരയാക്കപ്പെട്ടു എന്ന് സംശയിക്കുന്ന ധർമ്മസ്ഥലയിൽ ഇപ്പോൾ മണ്ണുമാന്തിയുള്ള പരിശോധന പ്രത്യേക അന്വേഷണ സംഘം ആരംഭിച്ചിരിക്കുന്നു. അവർ അടയാളപ്പെടുത്തിയ ഇടങ്ങളിൽ, അതിൽ സ്പോട്ട് 1-ലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. മണ്ണുമാന്തി അവിടെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തുമോ, ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴി അനുസരിച്ചാണോ കാര്യങ്ങൾ ഉള്ളത് എന്ന പരിശോധന നടക്കുന്നു. ഫോറൻസിക് സംഘം ഇവരെ സഹായിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. 24 വാർത്താ സംഘം തുടക്കം മുതൽ തന്നെ ധർമ്മസ്ഥലയിലെ ഈ വിവരങ്ങൾ പുറത്തു വന്ന ആ ദിവസം മുതൽ തന്നെ വിവരങ്ങൾ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മുഹമ്മദ് റഹീസാണ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത്.